നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ സാറാണ്. നമ്മൾ പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അവരുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ സാധാരണ റെഗുലറുകാർക്ക് കൊടുക്കുന്ന പോലെ ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും ആദ്യം പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് അവർക്ക് എക്സാമിന് വരുന്നതും പക്ഷേ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് മാറ്റി വളരെ എളുപ്പത്തിലാക്കി പറയുന്ന രീതിയൊക്കെയാണ് വേണ്ടത്. അങ്ങനത്തെ ക്ലാസ്സുകളായിരിക്കും അവർക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മാക്സിമം ഇവനെ അങ്ങോട്ട് പഠിച്ചോണം. പിന്നെ ഇത് ഉള്ളവരിലോട്ട് മീൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവരിലോട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് മെട്രിസസിനുള്ളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്. ഓർക്കുമായിരിക്കും, ട്രാൻസ്പോസ്, സിമെട്രിക്ക്, സ്ക്യൂ സിമെട്രിക്, ഇത് മൂന്ന് പേരും തമ്മിൽ ജോയിൻ ചെയ്യുന്ന കോമൺ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചോണം, നല്ല രീതിയിൽ കൂടെ പഠിച്ചോണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ വർഷം നല്ല ഉറപ്പിട്ട് ഈ എക്സാമിന് പാസ്സായിരിക്കും എന്നുള്ളൊരു വീറും വാശിയും ഫുൾ 100% നിന്നുകൊണ്ട് പഠിച്ചോണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനെ. A = 1 2 3 0 4 5 2 3 6. ഓക്കെ, എന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് ഷോ ചെയ്യേണ്ടത്. ഷോ ദാറ്റ് A + A ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. കുഴപ്പമൊന്നുമില്ലല്ലോ. ആൻഡ് A - A ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. A + A ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് ആൻഡ് A - A ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. വാട്ട് ഈസ് മെൻ ബൈ സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ദെൻ ട്രാൻസ്പോസ്? ഇവരൊക്കെ നമുക്കൊന്ന് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഒറ്റ തവണ കേട്ട് ഈ ബുദ്ധിമുട്ടുള്ളവരെല്ലാം പഠിക്കും. ഈ പ്രോബ്ലം പഠിക്കാനൊക്കെ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം കേട്ടോ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ മാറി വരുന്നതിനൊക്കെ ഒന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേയ്ക്ക് നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ മൂന്ന് സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും നമ്മളത് പറഞ്ഞാൽ മതി. ക്ലാസ് തരും. ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാവുന്നതും ജയിക്കാവുന്നതും പറ്റുന്ന രീതിയിൽ കൂടെ ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 98467085 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് A + A ട്രാൻസ്പോസ് എഴുതാമേ. A + A ട്രാൻസ്പോസ്. A + A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ A എടുത്ത് അങ്ങോട്ട് എഴുതണം. ദാറ്റ് ഈസ് 1 2 3 0 4 5 2 3 6 A. ദെൻ A ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുന്ന നോക്കുകയാണെ. വാട്ട് ഈസ് മെൻ ബൈ ട്രാൻസ്പോസ്? ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. ഒരു മെട്രിക്സിൻ്റെ റോയെ പിടിച്ചെല്ലാം കോളമാക്കും, കോളത്തിനെ എല്ലാം പിടിച്ച് റോയാക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെ A എഴുതി + A ട്രാൻസ്പോസ്. ഈ ഫസ്റ്റ് റോ ഉണ്ടോ താഴോട്ട് എഴുതണം. 1 2 3 0 4 താഴോട്ട് എഴുതണം. 0 4 5 2 3 6 താഴോട്ട് എഴുതണം. അത്രയുമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ A + A ട്രാൻസ്പോസ്. A + A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നോക്കിക്കോണേ, പ്ലസ് ചെയ്യുവാണ്. പ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ 1 + 1 2 2 + 0 2 3 + 2 5. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി അല്ലേ. സെക്കൻഡ് റോ 0 4 5 2 4 നിന്ന് ആഡ് ചെയ്യുമ്പോൾ 0 + 2 2 4 + 4 8 5 + 3 അത് 8. ഓക്കെ, അടുത്ത 2 + 3 5 3 + 5 അത് 8 6 + 6 12. ഓക്കെ, അപ്പോൾ നമുക്ക് A + A ട്രാൻസ്പോസ് കിട്ടി. വി വാണ്ട് ടു ഷോ ദാറ്റ് A + A ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ സിമെട്രിക് ആക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് ആക്കണമെങ്കിൽ ദെൻ ടേക്കിംഗ് ദ ട്രാൻസ്പോസ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. A + A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, A + A ട്രാൻസ്പോസിന് ട്രാൻസ്പോസ്. ഇത് നമുക്ക് A + A ട്രാൻസ്പോസാണ്. അതിന് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഇൻ്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ്. അപ്പോൾ 2 2 5 താഴോട്ട് എഴുതി, 2 8 8 താഴോട്ട് എഴുതി, 5 8 12 താഴോട്ട് എഴുതി. ഇത് തന്നെയല്ലേ മോനെ കിട്ടിയത്. 2 2 5 2 8 8 5 8 12. പക്ഷേ നമ്മൾ റോ എല്ലാം കോളമാക്കിയായിരുന്നു. പക്ഷെ വ്യത്യാസം വന്നോ? ഇല്ല. ഈസ് ഈക്വൽ ടു സെയിം മെട്രിക്സ് A + A ട്രാൻസ്പോസ്. therefore A + A ട്രാൻസ്പോസ് ഈസ് എന്താണ്? സിമെട്രിക്. ദാറ്റ്സ് ഓൾ. തീർന്നു. നെക്സ്റ്റ് നമുക്ക് A - A ട്രാൻസ്പോസ് ആണേ.
എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും എ ട്രാൻസ്പോസിനെ കുറയ്ക്കണം. എ 1 2 3 0 4 5 2 3 6 മൈനസ് 1 0 2 2 4 3 3 5 6 മൈനസ് ചെയ്യാണ് കേട്ടോ. മൈനസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് 1 മൈനസ് 1 0 2 മൈനസ് 0 2 3 മൈനസ് 2 1 നെക്സ്റ്റ് 0 മൈനസ് 2 മൈനസ് 2 4 മൈനസ് 4 0 5 മൈനസ് 3 2 2 മൈനസ് 3 മൈനസ് 1 3 മൈനസ് 5 മൈനസ് 2 6 മൈനസ് 6 0. ഓക്കെ, ഇപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് കിട്ടി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് ഷോ ചെയ്യണം. കണ്ടാൽ തിരിച്ചറിയാം കേട്ടോ. എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് അറിയാൻ ഇതെന്താ കണ്ടോ, ഇത് +2 ഇതെന്താ -2, സൈൻ മാറി സെയിം നമ്പർ. 1 മൈനസ് 1 സൈൻ മാറി സെയിം നമ്പർ. 2 മൈനസ് കണ്ടോ. അപ്പോൾ ഇവർ തമ്മിൽ നോക്കുമ്പോൾ ഇവർ തമ്മിൽ നോക്കണം, ഇവർ തമ്മിൽ നോക്കുമ്പോൾ നമ്പേഴ്സ് സെയിം ആയിരിക്കും, സൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോഴേ ഇത് സ്ക്യൂ സിമെട്രിക് ആയി. ഇവിടെ എല്ലാം 0 ആയിരിക്കണം. കറക്റ്റാണ്. പക്ഷേ അങ്ങനെ ഇട്ടാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ മൈനസ് എ ട്രാൻസ്പോസിന് ഹോൾ ട്രാൻസ്പോസ് എടുക്കണം മോനെ. എ മൈനസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇതിൻ്റെ റോ എല്ലാം കൂടെ കോളം ആക്കണേ. 0 2 1 കണ്ടോ. ഫസ്റ്റ് റോ പിടിച്ച് ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ -2 0 2. അടുത്ത -1 -2 0. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണം. നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടണം. ഇതാണ് നമ്മുടെ എ മൈനസ് എ ട്രാൻസ്പോസ്. ഇതിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടണം. പുറത്ത് മൈനസ് വരണം. ഇവിടെ പുറത്ത് മൈനസ് വന്നില്ല, അത് തന്നെ കിട്ടും. സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ പുറത്ത് മൈനസ് വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടുന്ന് ഇതാണ് എ മൈനസ് എ ട്രാൻസ്പോസിന് ട്രാൻസ്പോസ് എടുത്തു. ഇനി ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഒരു മൈനസിന് ഇങ്ങനെ കോം എടുക്കുവാണ്. ഇത്രയും പേരുന്ന് മൈനസ് പോകുമ്പോൾ സൈൻ മാറുമേ. 0ക്ക് പ്രത്യേക സൈൻ ഇല്ല. 0 -2 +2 ആയി, -1 +1 ആയി, +2 -2 ആയി, 0 അതേപോലെ എഴുതി, -2 +2 എഴുതി, +1 -1 എഴുതി, +2 -2 എഴുതി, 0 എഴുതി. ഓ, എന്ത് രസം അല്ലയോ മോനെ. നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടിയത്? ഈ എ മൈനസ് എ ട്രാൻസ്പോസ് ഉണ്ട്, ഇത് തന്നെ കിട്ടിയല്ലോ. ഉണ്ടോ? 0 2 1 കറക്റ്റാണ്. -2 0 2 കറക്റ്റാണ്. -1 -2 0 കറക്റ്റാണ്. പക്ഷേ പുറത്ത് ആരുണ്ട്? മൈനസ് അല്ലേ? എന്ന് പറഞ്ഞാൽ മൈനസ് കഴിഞ്ഞിട്ട് നമ്മുടെ ആരെ തന്നെ കിട്ടി എന്നർത്ഥം. എ മൈനസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടി. അപ്പോൾ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ഉണ്ടോ. അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടി. ബട്ട് ഒരു നെഗറ്റീവ് പുറത്ത് വരണം. അപ്പോഴേ സ്ക്യൂ സിമെട്രിക് ആവുള്ളൂ. ഓക്കെ, ദെയർഫോർ എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് എന്താണ്? സ്ക്യൂ സിമെട്രിക്. ഓക്കെ ആണല്ലോ, അടിപൊളിയാണല്ലോ, കുഴപ്പമില്ലല്ലോ, സന്തോഷമായല്ലോ. ഒരു പ്രോബ്ലമൊക്കെ മനസ്സിലാവുമ്പോൾ ഇങ്ങനെ കുറേ പ്രോബ്ലംസുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ വല്ല പ്രശ്നമുണ്ടോ? ഒരു പേടിയുണ്ടോ? ഇല്ല. ഇതേപോലെ നമ്മൾ പഠിച്ചെടുത്ത് നിന്നാൽ ഈ എക്സാം ഉടനെ വരാൻ നമ്മൾ പറയും. നമുക്ക് പോയി എഴുതാം. ഇല്ലെങ്കിൽ നമ്മൾ എക്സാം ഒന്ന് നീട്ടിവെക്ക്, അയ്യോ എങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ മാറാൻ തയ്യാറാവാത്തതാണ് ഇതെല്ലാം പ്രശ്നത്തിന് കാരണം. അപ്പോൾ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നമ്മൾ എക്സാം അടിപൊളിയായിട്ട് എഴുതി പാസ്സായിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ ഉറപ്പായിട്ടും ജയിപ്പിച്ച് നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.